സയൻസ് ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്ന സ്ഥാപനമാണ് കോഴ്സുകൾ പൂർത്തിയാക്കാൻ മുമ്പ് അടച്ചുപൂട്ടിയത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ പേരുകളിലായാണ് തിരുവനന്തപുരത്തെ കിള്ളിപ്പാലത്ത് കഴിഞ്ഞ 2 വർഷമായി ഈ വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. BSc MLT, MSc MLT, BSc ബയോടെക്നോളജി, MSc ബയോടെക്നോളജി, MCA, BSc ഫാഷൻ ടെക്നോളജി, MSc ഫാഷൻ ടെക്നോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ആകർഷകങ്ങളായ കോഴ്സുകളാണ് ഇവിടെ നടത്തിവന്നത്. 100 കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ വിവിധ കോഴ്സുകളിൽ അഡ്മിഷൻ നേടി പഠിക്കുന്നുണ്ട്. ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള കോഴ്സ് വിശദാംശങ്ങളടങ്ങിയ ബ്രൌഷറും പ്രോസ്പെക്ടസുമാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം പുറത്തിറക്കിയിട്ടുള്ളത്. 1 ലക്ഷം രൂപ മുതൽ 1,80,000 രൂപ വരെയാണ് വിവിധ കോഴ്സുകളിലേക്കുള്ള ഫീസ്. പഞ്ചാബ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അംഗീകൃത സർട്ടിഫിക്കറ്റ് ഇവിടെ അഡ്മിഷനാകുന്നവർക്ക് നൽകുമെന്നാണ് മാനേജ്മെന്റ് അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതലാണ് ഈ സ്ഥാപനം അടച്ചിട്ടിരിക്കുന്നതായി വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആറ്റുകാൽ പൊങ്കാലായതിനാൽ അവധിയെന്നാണ് ഇതിനെക്കുറിച്ച് തിരക്കിയവർക്ക് മാനേജ്മെന്റ് നൽകിയ മറുപടി. എന്നാൽ 3 ദിവസമായി സ്ഥാപനം തുറക്കാത്തതിൽ സംശയം തോന്നിയ വിദ്യാർത്ഥികൾ ഇന്ന് സ്ഥാപനത്തിലെത്തിയപ്പോഴാണ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ട വിവരം അറിയുന്നത്. തങ്ങൾക്ക് കോഴ്സ് പൂർത്തിയാക്കാനുള്ള അവസരം നൽകണമെന്നും സർട്ടിഫിക്കറ്റ് തിരിച്ചു ലഭിക്കാൻ സർക്കാർ ഇടപെടണമെന്നുമാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. നമ്മൾ അന്വേഷിച്ചതല്ല, എല്ലാം പോസിറ്റീവായിട്ടുള്ള ആൻസർ ആണ് അവർ പറഞ്ഞത്. ഇതെല്ലാം ഉണ്ട്, PSc എഴുതാം, കേരള യൂണിവേഴ്സിറ്റി റിക്കഗ്നൈസ് ആണ്, പക്ഷെ അഫിലിയേഷൻ ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ പഞ്ചാബ് യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ഉണ്ട്, UGC ഉണ്ട്. വിളിച്ചു ചോദിച്ചപ്പോഴും അങ്ങനെയാണ് പറഞ്ഞത്. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ അടച്ചിട്ടേക്കുന്നത് കണ്ട് പരാതിയൊക്കെ എഴുതി സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് ഒരു തണുത്ത ഒരു പ്രതികരണമാണ് നമുക്ക് ലഭിക്കുന്നത്. അവർ പറയുന്നത് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കോർഡിനേറ്ററിനെയും MD നമ്മൾ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ അന്വേഷിക്കാം, ആ ഒരു രീതിയിലാണ്. മറ്റു ജില്ലകളിലും ഈ സ്ഥാപനത്തിന് ശാഖകളുണ്ടെന്ന സൂചനയും ലഭിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി തന്നെ സ്ഥാപനത്തിലെ ചടങ്ങുകളിൽ പങ്കെടുത്ത ചിത്രങ്ങളും ബ്രൌഷറിലുണ്ട്. തങ്ങളുടെ പണം നഷ്ടപ്പെട്ടാലും വിലയേറിയ സർട്ടിഫിക്കറ്റുകൾ തിരികെ ലഭിക്കുമോ എന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ. സുനിൽ അരിമാനൂർ, ജീവൻ ന്യൂസ്, തിരുവനന്തപുരം.